ഓടിവാ 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 ക്രിട്ടിക്കൽ സ്ട്രൈക്ക്. ഒരു ടേക്ക് ഡൗൺ കൊടുക്കാം. പറ്റത്തില്ലേ? പിടിച്ചോ. സർപ്രൈസ് സർപ്രൈസ്. ഏത് മോനെ ഗ്രാഫിക്സ് സിനിമാറ്റിക് ലെവല്. മറ്റേ കൗബോയ്സ് തമ്മിൽ വെടിവെക്കാൻ നേരത്തെ ആദ്യം നിൽക്കത്തില്ലേ? ഏതാ ഗ്രാഫിക്സ്, ഏതാ മ്യൂസിക്, അടിപൊളി സാധനം. എന്ത് രസമാണ് ഈ ഗെയിം. ആദ്യം അവിടെ ഫോക്കസ് ആക്കി, പിന്നെ ഇവിടെ ഫോക്കസ് ഒന്ന് ക്യാമറ. അടിപൊളി കാണാൻ, കാഴ്ചക്കാരും ഉണ്ട്. പക്ഷെ ഷീൽഡ് ഉള്ളവനാ, ഞാൻ പുഷ്പം പോലെ തൂക്കും. എനിക്ക് ആകെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് ആ സ്പിയറും കൊണ്ട് വരുന്നവനാ. ബാക്കിയുള്ളവന്മാരെ നമ്മൾ സോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗോസ്റ്റ് ഓഫ് സുഷിമയാണ്. കുറച്ച് ദിവസമായി നമ്മൾ ഇതിൻ്റെ വീഡിയോസ് ഇട്ടിട്ട്. കാരണം എൻ്റെ വീഡിയോ കളിക്കുന്നുണ്ട്, ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ ഈ ഗെയിമിൻ്റെ. ഓക്കെ, ഇതിപ്പോൾ ഈ ഗെയിമിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് എത്തി നമ്മൾ. ഇനിയിപ്പം കൊട്ടുംകാരുമായിട്ടുള്ള ഫൈറ്റൊക്കെ വളരെ വൈകാതെ ഉണ്ടാകും. അടുത്ത വീഡിയോയിലൊക്കെ അത് ഇടാനായിട്ട് പറ്റുമായിരിക്കും. അടുത്ത ഫൈറ്റ് വരാൻ പോവാം. അപ്പോൾ ഇതിപ്പോൾ എന്തോ കൊട്ടുംകാനും വേണ്ടി ചെയ്തെന്തോ ആർമർ എങ്ങാണ്ട് 4 ജനറൽമാരായി ഇരിപ്പുണ്ട് പീസായിട്ട്. അവന്മാരെ തീർത്തോട്ടെ ആദ്യം. ഈ പീസ് ആർമർ നമ്മൾ ഈ ജനറൽമാരെ പോയി കൊന്നിട്ട് കളക്ട് ചെയ്തിട്ട് ആ ആർമർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കൊട്ടുംകാനായിട്ടുള്ള ഫൈറ്റിന് പോവാം. ഓക്കെ, ഇപ്പം അങ്ങനെ ജനറൽ ഡോക്ഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ കൊല്ലാനായിട്ട് പോവാം. കൊന്നു കഴിഞ്ഞാൽ അവൻ്റേതൊരു കഷ്ണം ആർമർ കിട്ടും. അത് കഴിഞ്ഞ് വേറെ ഏതോ ജനറലുണ്ട്, അവനോട് കൊന്നാൽ അവൻ്റെ കഷ്ണം ആർമർ കിട്ടും. അങ്ങനെ 3-4 പീസ് കളക്ട് ചെയ്തിട്ട് ആ ആർമർ മംഗോൾ ആർമർ കിട്ടും നമുക്ക്, മംഗോൾ കമാൻഡർ ആർമർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മിഷൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത കൊട്ടുംകാനുമായിട്ടുള്ള ഫൈറ്റാണ്. ഇപ്പോൾ ഫൈനൽ മൊമെൻറ്റ്സ് ആയതുകൊണ്ട് അത്ര ഇൻറ്റൻസ് ആയിട്ടുണ്ട്. കളിച്ച് ഞാനൊക്കെ പ്രോയായി. ഇപ്പോൾ എന്ത് സംഭവം എടാ, കുതിരപ്പുറത്തുനിന്ന് വന്നത് കാരണം മണ്ടയിലുള്ള ആൾക്കാർ നമ്മളെ കണ്ടു കേട്ടോ. അതൊരു തലവേദനയാണ്. കാരണം ആ സാധനം നമുക്ക് ഡോഡ്ജ് ചെയ്യാൻ പറ്റുമെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവന് പോയിസൺ ഇട്ടെടുക്കാം. അടുത്ത് തലയിലിട്ട് ചിലപ്പോൾ ഹെൽമെറ്റിൽ കുത്തും. കൊണ്ടില്ലേ? യെസ്. സൗണ്ട് കേൾക്കുന്നുണ്ടാ? ചാവും. കുറേ സാധനങ്ങൾ കിട്ടും. ഇനി നമ്മളെ ബ്ലേഡിൽ നമുക്ക് ഫ്ലെയിമും കൂടെ കിട്ടും. അവനോട് പറയട്ടെ, ആ ഫ്ലെയിമിൻ്റെ മിഷൻ സൈഡ് മിഷനാണ്, ഞാൻ കളിച്ചില്ല. കൊട്ടുംകാനെ കൊന്നിട്ട് ബ്ലേഡ് എടുക്കണോ, ആ ഫ്ലെയിമുള്ള ബ്ലേഡ് കിട്ടിയിട്ട് കൊട്ടുംകാനെ കൊല്ലണോ, ഒരു കൺഫ്യൂഷൻ. പിന്നെ നോർമലി നമ്മൾ കയറി അടിച്ച് ഇങ്ങനെ സ്റ്റാൻഡ് ഓഫ് വിളിച്ച് വെട്ടിക്കൊല്ലുന്നതാണ് എല്ലാത്തിനെയും. പക്ഷേ ഇതിൽ ഞാൻ സ്റ്റാൻഡ് ഓഫ് വിളിച്ച് വെട്ടിക്കൊല്ലുന്നില്ല, കാരണം മണ്ടയിൽ തീടുന്ന ആൾക്കാരുണ്ട്. അതിനാ ഓടിപ്പോയിട്ട് ബാക്കിൽ കൂടെ ഒരു ടേക്ക് ഡൗൺ കൊടുക്കാം. പറ്റത്തില്ലേ? പിടിച്ചോ. സർപ്രൈസ്. ഏത് മോനെ ഗ്രാഫിക്സ് അപ്പോൾ നമ്മളിവിടെ ഉള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റവന്മാർ മണ്ടേന്നില്ല അമ്പിടും. അതൊരു തലവേദനയാവും, അതൊരു പ്രശ്നമാണ്. അത് വന്നു കഴിഞ്ഞാൽ അതിനൊരു ഹലൂസിനേഷൻ ഡാർട്ട് ഇട്ട് കൊടുക്കാം. ഇത് പിടിച്ചിട്ട് എല്ലാവന്മാർ തമ്മി വെട്ടിക്കൊല്ലും. മണ്ടേരെ ഒരുത്തനുണ്ട്, അവനെ ഇവിടുന്ന് ഹെഡ്ഷോട്ട്. ഹെൽമെറ്റ് ഉണ്ട്, ഹെഡ്ഷോട്ട് പാടാ. ബോഡി ഷോട്ട് അടിക്കാം. വാ പുറത്തിട്ട് വാ. ഓ, അത് കല്ലിക്കൊണ്ട് കുറച്ചുകൂടി പൊക്കിയിടണം. വാ, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ യവന്മാരോട് അടിയായോ? ഓ, നമ്മളാരോ കണ്ടാ. കുഴപ്പമില്ല, ഫൈറ്റ് തുടങ്ങാം. ഇത് മറ്റേ വാട്ടർ സ്റ്റാൻസ് വേണം. അവനെ കണ്ടാ മണ്ടേന്ന് അവന്മാർ തീയിട്ട് തുടങ്ങി. അതൊരു പാടാണ്. യെസ്, ഇന്ന് നമ്മളാർക്കണമല്ല. കൊണ്ടവിടുന്ന് ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. പിടിച്ചോ. അടുത്താരാണ്? കമോൺ നെക്സ്റ്റ്. 2 പേരെ കൊല്ലാൻ പറ്റില്ല, മാറിക്കോ. ആ തീ വീണ് കഴിഞ്ഞാൽ അത്യാവശ്യം ലൈഫും കുറയുന്നുണ്ട്. സ്റ്റാൻസ് മാറ്റണം. ആ സ്റ്റാൻസ് ഇട്ട് നമുക്ക് വാളുള്ളവനെ കൊല്ലാൻ പറ്റത്തില്ല. ആർച്ചർമാരെ കൊല്ലാം. ഓ, ലൈഫ് കുറഞ്ഞു. പിന്നെ ചാവ്. അവിടെ ആർച്ചർമാരുണ്ട്, ഞാൻ വ്യാപാരം കുറയും. അവന്മാരെയൊക്കെ പെട്ടെന്ന് കൊല്ലാൻ പറ്റും. നെക്സ്റ്റ്. വാ, ഇവിടെ ഓടുന്നു. വേണ്ട, സ്പീറുള്ളവൻ പാടാ. സ്പീറുള്ളവന് അവൻ്റെ സ്റ്റാൻസിൽ കൂടെ തന്നെ പിടിക്കണം. ഇല്ലേ 10 പേരുടെ കൂടെ സ്പീറിനെ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. നീ ഇങ്ങോടാ മനന്ന്, ഞാൻ തരാം. ഓക്കെ, സ്റ്റൈലല്ലേ അവന്മാരെ സ്ഥലത്ത് കയറി അടി. ഓട്ടെ, ഇനി ആരാ ഉള്ളത്? മാർക്കോ, ഞാൻ സ്പീറുള്ളവനെ അവന്മാരെല്ലാം കൂടെ നടക്കൂല. ഇവിടുന്ന് തൂക്കാൻ പതുക്കെ. കാരണം അവിടുന്ന് മറ്റേ ആ ഫയർ ആരോ ഇടുന്ന കാരണം, ഫ്ലെയിം ആരോ ഇടുന്ന കാരണം ഭയങ്കര പാടോ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു. അവനായിട്ട് മറ്റേ മൂൺ സ്റ്റാൻസ് എടുക്കട്ടെ. വാട്ടർ സ്റ്റാൻസ്. ഓക്കെ, ബാ. ഷീൽഡ് ഉള്ളവനല്ലേ? 1 2. ഓ, ഇത്രേ ഉള്ളൂ. ഞാൻ ആക്ച്വലി ഇത് കളിച്ച് പ്രോയാ കേട്ടോ. ഒരു വിധപ്പെട്ട ഡൂവലൊക്കെ സുഖമായിട്ട് തൂക്കുന്നുണ്ട്. ഓടിവാ.
അവർക്ക് മറിക്കോ ഇമാരെ സ്പീഡ് ഒറ്റ കാരണം കൊണ്ട് ഇല്ലേ സുഖമായിട്ട് കുക്കായിരുന്നു. കയറി എല്ലാവരും ഇതാണ് കടിച്ചു വന്നേനെ. ഇവനതല്ല കേട്ടോ, ഇവന് മറ്റേ സ്റ്റോൺ സ്റ്റാൻഡ്സ് എങ്ങാണ്ട് വേണം. സ്റ്റോൺ സ്റ്റാൻഡ്സ് ബാ. അതുകൊണ്ട് പിന്നെ ഇടുന്ന വൃത്തിയാക്കന്മാർ അതിട്ട് ചാവുമല്ലോ പണ്ടാരം. ഹീൽ ചെയ്യട്ടെ. പാടാ. ഇപ്പം ഞാൻ പതുക്കെ ഇവിടുന്ന് പുറത്തോട്ട് പോയിട്ട് രണ്ടാമത് ഒന്നും കൂടി വന്ന് കയറാം. ഇല്ലെങ്കിൽ ആ സാധനം വീണ് ചാവും. അതൊരു തലവേദനയാണ്. നിർത്താതെ ഇട്ടുകൊണ്ടിരിക്കും അത്. ഇപ്പം നമ്മളിവിടെ ഉള്ള ആർക്കും അറിയത്തില്ല ഈ ആർമർ ശരിയാകത്തില്ല. ഇതിട്ട് കഴിഞ്ഞാൽ ഭംഗിയുണ്ടെങ്കിലും അവന്മാർ വെട്ടിയാൽ നമുക്ക് ലൈഫ് കുറയും. നമുക്ക് നമ്മുടെ മെയിൻ ആർമർ ഇടാം. സക്കായുടെ അച്ഛൻ്റെ ആർമറുണ്ട്. ഇവിടെ പോയി കുറേ ആർമറുണ്ട്. ഇതിനകത്ത് ഏറ്റവും ടോപ്പ് ആർമർ നമ്മൾ ഇടാൻ പോണത്. ഇനി ഒരു ആർമർ കൂടെ കിട്ടും. ഒന്നല്ല 2-3 ആർമർ കൂടെ കിട്ടുമായിരിക്കും. സക്കായി ക്ലാൻ ആർമർ. യെസ്, എങ്ങനെയുണ്ട്? നൈസല്ലേ ഈ ആർമർ? അത്രേ ഉള്ളൂ. ഇനി എവിടെ ഇതിൻ്റെ മണ്ടയിലെങ്ങാണ്ടാണ് അവന്മാരുള്ളത്. അതാണ് ഏറ്റവും വലിയ തലവേദന. ഇവിടുന്ന് അങ്ങോട്ട് കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. ഇല്ല, എങ്ങനെയാലും ഞാൻ മതിലിൻ്റെ മണ്ടയിൽ കയറാൻ നോക്കട്ടെ. മലയുടെ മണ്ടയിൽ കയറാതെ രക്ഷയില്ല. കുറേ എണ്ണുണ്ട്. അതിൻ്റെ മണ്ടയിൽ കയറി നിന്ന് മനുഷ്യർ തലവേദന ഉണ്ടാക്കാനായിട്ട്. ഇവിടെ പോയി ഇവിടെയാണോ? അവിടെ ആൾക്കാരൊന്നും കാണില്ല. പക്ഷെ അമ്പിടുന്ന സാധനം അവിടെ ഉണ്ടല്ലോ, ഫ്ലെയിമരോ. ഇവിടുന്ന് ചാടുമ്പോഴേക്ക് ചാവുന്നോ ആവോ? ശോതെ നോക്കി ചടിവാ. ആക്ച്വലി അവിടെ ഉണ്ട്. ആരോടൊന്നാമാരായിട്ട് വലിയ പാടൊന്നുമില്ല. ബാ, അത്രേ ഉള്ളൂ. ഫിനിഷ്. ഇത് എന്താണെന്നറിയില്ല, ഇട്ടിട്ട് അധികം ആൾക്കാർക്ക് താല്പര്യമില്ല ഈ സാധനത്തിനുണ്ട്. പക്ഷേ ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിം ഐ എവർ പ്ലേഡ്. ഈവൻ നിങ്ങൾ സ്പൈഡർമാൻ 2 പിന്നെ ഗോഡ് ഓഫ് വാർ റാഗ്നറോക്ക് ഇതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും കോമ്പാറ്റും സ്റ്റോറിയൊക്കെ ഉള്ള ഗംഭീര ഗെയിമായത്. ഇത് മസ്റ്റ് പ്ലേയാ. പറ്റിയ പരമാവധി ആൾക്കാർ ഇത് പർച്ചേസ് ചെയ്ത് കളിക്കുക. ഗംഭീര സാധനം. ഇതിട്ടിട്ട് ഇത് അവിടെ എടുത്ത് നിൽപ്പുണ്ട്. ഇതിട്ട് ഇനി കത്തിക്ക് യൂസല്ല ഞാനിപ്പോൾ. ആൾക്കാരുടെ അവ ഒളിച്ച് ഇവിടെ വേറെ ആരെയും കാണുന്നില്ലോ. ഞാൻ കയറി എല്ലാവരെയും കൊന്ന്. അതാണ്. പക്ഷേ ഇനി ഇതിട്ട് കൊല്ലാനില്ല. ആദ്യം ഇവിടെ വരണ്ടായിരുന്നു. ഇവിടെ വന്നിരുന്ന ബാറ്റവന്മാരെയൊക്കെ ഇതിട്ട് കൊല്ലായിരുന്നു നമുക്ക്. അവിടെ ഇല്ലടാ, ആരും ഇല്ലടാ. അവന്മാരൊക്കെ തീർന്നു. ഷിറ്റ്, ഞാൻ കുറച്ച് ഓവർ പവർ അപ്പം എല്ലാത്തിനെയും കയറി കൊന്നളഞ്ഞു. ഇനിയിപ്പോൾ എന്താ, ഇതാ ഇവിടെ ഒരുത്തനുണ്ട്. എന്തോ കൊടിയാൻ കണ്ടെടുക്കണം നമുക്ക്. ബ്ലോക്കിങ് ഒന്നും എൻ്റെ അടുത്ത് നടക്കൂല മോനെ. ഇനി അവൻ കുത്തിയാലും ഞാൻ നൈസായിട്ട് ഒഴിഞ്ഞു മാറും. ഡയലോഗ് അടിച്ച് തീർന്നില്ല. അപ്പോഴേ കവളിലൊരു വെട്ടിട്ട് വന്നവൻ. വാ, ഓ സ്പീറുള്ളവൻ. സ്റ്റാൻഡ്സ് വേണ്ട, സ്മോക്കട. അസാസിനേഷൻ സ്മോക്കൊക്കെ ഉപയോഗിക്കണമല്ലോ. വെറുതെ നെഞ്ചും പിരിച്ച് കൊന്നാൽ പോരല്ലോ എല്ലാവരെയും. നമുക്ക് ഇതിനകത്ത് ഒരുത്തനെ കൊല്ലാൻ അത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ. അത്രയും വേസ് ഉണ്ട്. ഡിഫറെൻറ്റ് രീതിയിൽ കൊല്ലാം. കുനായിട്ട് കൊല്ലാം, സ്റ്റിക്കി ബോംബിട്ട് കൊല്ലാം, പല രീതിക്ക് കൊല്ലാം. അതൊരു വലിയ സംഭവമാണ്. ഇതൊന്ന് ഇഗ്നൈറ്റ് ചെയ്യട്ടെ. ജനറലിനെ കിട്ടിയില്ല. ജനറൽ എവിടെ പോയാവോ? സാധാരണ ഇത് ഇഗ്നൈറ്റിനെ ചെയ്യുന്നതിന് മുന്നേ ജനറൽ വരും. ജനറലോടുള്ള ഫൈറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സാധനം നമ്മൾ ബോംബിട്ട് പൊട്ടിക്കുന്നത്. മാറിയിക്കാം. ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു. കളി നമ്മളോടെ ഇടാ. ജനറൽ അതാ, ജനറൽ ഡോക്ഷൻ ഡുവലാണ് അപ്പോൾ കേട്ടോ ജനറലുമായിട്ട്. നൈസ്, അത് അടിപൊളി. എന്താ സംഭവം? ആൾക്കാർ ഇവിടെ സിനിമാറ്റിക് ലെവല്. മറ്റേ കൗബോയ്സ് തമ്മിൽ വെടിവെക്കാൻ നേരത്തെ ആദ്യം നിൽക്കത്തില്ലേ? ഏതാ ഗ്രാഫിക്സ്, ഏതാ മ്യൂസിക്, അടിപൊളി സാധനം. എന്ത് രസമാണ് ഈ ഗെയിം. ആദ്യം അവിടെ ഫോക്കസ് ആക്കി, പിന്നെ ഇവിടെ ഫോക്കസ് ഒന്ന്. ക്യാമറ അടിപൊളി കാണാൻ. ഞാൻ കാഴ്ചക്കാരും ഉണ്ട്. പക്ഷേ ഷീൽഡുള്ളവനാ. ഞാൻ പുഷ്പം പോലെ തൂക്കും. എനിക്ക് ആകെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് ആ സ്പിയറും കൊണ്ട് വരുന്നവനെ. ബാക്കിയുള്ളവന്മാരെ നമ്മൾ എങ്ങനെ കൊല്ലണമെന്ന് 18ാമത്തെ അടവ് പഠിച്ചിട്ടിരിക്കുക. അപ്പോൾ വാളൊക്കെ എടുത്തണ്ട തീ. ബാ, അവിടെ പോയി മൂന്ന് വാട്ടർ സ്റ്റാൻഡ്സ്. പോടാ, നിന്നെപ്പോലെ എത്ര കണ്ടിരിക്കുന്നു. ഇപ്പോൾ ജിൻസക്കായി മാറും മാറും. അത്രേ ഉള്ളൂ. ഒരു ഡാമേജ് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. പോട്ടെ, കൊടു. ഷീൽഡ് ബ്രോക്കായി. ബ്ലോക്ക് ചെയ്ത 10,000 അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൊല്ലും ഞാൻ. എനിക്കോ അവിടെ പോയി ബാക്ക് എടാ. ഇല്ലില്ല, വെട്ടിയില്ല. അതൊക്കെ ഒഴിഞ്ഞു മാറി. ഇല്ല മോനെ, ഒഴിഞ്ഞു മാറി പള്ളക്കൊരു കുത്ത്. ഏതാ പറ്റി?
ഓ, അവരൊരു കോംബോ അടിയിട്ട് ചെറുതായിട്ട് കൊണ്ടു. ഒരു രക്ഷയില്ല. ജനറൽ സ്റ്റാൻഡ്സ് നോ സ്റ്റാൻഡ്സ് അഗൈൻസ്റ്റ് മീ. ഏതാ പിന്നെ ഫൈറ്റ്? ഒരു രക്ഷയില്ല. ഇത് സ്പൈഡർമാൻ റാഗ്നറോക്കൊക്കെ മാറി ഒമ്മാതിരി അടി മാറിയോ. തീർന്ന്. അടുത്ത ആ ഷീൽഡ് ബ്രേക്ക് ആകുമ്പോഴേക്ക് ഇപ്പോൾ വെട്ടിക്കളയും. എന്നാ പിടിച്ചോ. സ്റ്റൈലിൽ അടിക്കുന്നുണ്ടോ? പല പല സ്റ്റൈലുണ്ട്. അതിനകത്ത് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത് അടിക്കാം. അതിപ്പോൾ ഒരു വെട്ട് കിട്ടി. ആകെ മൊത്തം 3 അടിയേ ഇപ്പോൾ കിട്ടുള്ളൂ. 2 അടി കിട്ടി, ഇപ്പം 3 അടി കിട്ടി. ഇനി ഇവനെ വളരെ അന്വേഷിച്ചോടെ. ഇവിടെ തന്നെ തീർക്കാം. പിടിച്ചോ. തീർന്ന്. ലാസ്റ്റ് ബ്ലോ കഴിഞ്ഞില്ലേ? ഈടാ അവനെ കൊന്നിട്ട് നേരെ നീല അതങ്ങോട്ട് നിന്ന് കണ്ടിട്ട് നമ്മുടെ ഫൈറ്റ് ഉണ്ട്. അവന്മാരൊക്കെ പേടിച്ചോടി. പീസ് ഓഫ് മംഗൾ ആർമർ. യാ ഫൗണ്ട് ഓക്കെ. മറ്റവന്മാരെ ഇനി ഓടിപ്പോയി കൊല്ലണോ? വേണ്ട, പറ്റത്തില്ല. മിഷൻ അവിടെ കഴിഞ്ഞു. കിൽ ജനറൽ ഡോക്ഷൻ. ഇപ്പം 5-4 ജനറൽ ഉണ്ട്. അതിലും 4ാമത്തെ ഫസ്റ്റത്തെ ജനറൽ നമ്മൾ കൊന്നിട്ടുണ്ട്. ഒരു പീസ് മംഗോൾ ആർമറും കിട്ടി. ഇത് വെച്ചിട്ട് മംഗോളിയൻ കമാൻഡർ ആർമറിന് എടുക്കണം. യെസ്. സോ ഗൈസ്, ബാക്കിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയറും കമൻറ്റ് ഒന്നും ചെയ്യാൻ മറക്കണ്ട. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ വൈകാതെ ഇനിയിപ്പോൾ കൊട്ടുകാനായിട്ടുള്ള ഫൈനൽ ഫൈറ്റ് ഉണ്ടാവും. ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പം സീ യു.